നല്ലൊരു മഴയ്ക്ക് ശേഷമുള്ള വൈകുന്നേരം. അതെപ്പോഴും പ്രത്യേക ഒരു രസമായിരിക്കുമല്ലേ കാണാൻ. ആ ടൈമിൽ പുറത്തിറങ്ങി കുറച്ച് നടക്കാം എന്ന് കരുതി ഇറങ്ങിയതാണ്. കൂടെ കുറച്ച് ഹാർവെസ്റ്റിങ്ങും. ഞാൻ ഫ്ലാറ്റിൽ താമസിക്കുന്നുണ്ട്. ഈ കാണുന്ന കോമ്പൗണ്ടിലുള്ളതെല്ലാം എനിക്ക് സ്വന്തമാണല്ലോ. സോ ഇതിന് ചുറ്റും ഇവർ ഒരുപാട് സാധനങ്ങൾ നട്ടിട്ടുണ്ട്. സ്ട്രോബെറിയും ആപ്പിളും ബ്ലാക്ക് കറന്റും റെഡ് കറന്റും അങ്ങനെ ഒരുപാട്. ആപ്പിളിന്റെ സീസൺ ആയിട്ടില്ല. എന്നാലും എല്ലാത്തിലും തന്നെ ആപ്പിള് കായ്ച്ചു തുടങ്ങി. സെപ്റ്റംബർ, ഒക്ടോബർ ആകുമ്പോഴേക്കും ആപ്പിൾ ശരിക്കും ഒന്ന് പഴുത്തു തുടങ്ങുകയുള്ളൂ. നവംബറിന്റെ ലാസ്റ്റ് വിന്ററും ആരംഭിക്കും. അപ്പോഴേക്കും ഈ ആപ്പിൾ മരത്തിലെയൊക്കെ ആപ്പിൾ പൊഴിഞ്ഞു തീരാതെ നിപ്പുണ്ടായിരിക്കും. അതെല്ലാം പിന്നെ പോകുന്നത് മഞ്ഞ് വീണ് വീണാണ്. ഇന്ന് എന്റെ ചിന്തയും നോട്ടവും ഒന്നും ആപ്പിൾ മരത്തിലല്ല കേട്ടോ. ഈ കാണുന്ന റെഡ് കറന്റിലേക്കാണ്. നമ്മുടെ നാട്ടിലില്ലാത്ത ഒരുതരം പഴമാണിത്. അത്ര ടേസ്റ്റി ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇലിമ്പിക്കയില്ലേ, അതിന്റെ അനുജനായിട്ട് വരും. നല്ല പുളിയാണ്. എന്നാൽ നന്നായി പഴുത്തതിന് അത്രയ്ക്കങ്ങ് പുളിയുമില്ല. ഇതിനെ ഇവിടെ നോർവീജിയനിൽ പറയുന്നത് റിപ്സ് എന്നാണ്. വൈറ്റമിൻ സിയുടെ കലവറയാണിത്. ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും ആന്റി ഓക്സിഡന്റ് ഒരുപാട് അടങ്ങിയ ഇവ കഴിക്കുന്നത് ക്യാൻസർ, ഹൃദ്രോഗങ്ങൾ എന്നിവയെ ഒഴിവാക്കാനും സഹായിക്കും. രക്തത്തിലെ കൊഴുപ്പിന്റെ അളവിനെയും പൊട്ടാസ്യത്തിന്റെ അളവിനെയൊക്കെ നിയന്ത്രിച്ച് ഹൃദ്രോഗത്തെ അകറ്റുകയും ഇത് കൂടാതെ രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. ഇതൊക്കെ പോട്ടെ, ഇതൊരു ആന്റി ഏജിങ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. അതായത് മുഖത്ത് തിളക്കവും ചുളിവുകളും ഒക്കെ അകറ്റി ചെറുപ്പം നിലനിർത്താൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ പലതരം സ്കിൻ പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് കൂടാതെ ഇതിൽ ധാരാളം നാരുക്കൾ അടങ്ങിയിരിക്കുന്നതിനാൽ വെയിറ്റ് ലോസിന് നല്ലതാണ്. ഇനിയും ഒരുപാട് ഒരുപാട് റെഡ് കറന്റ് കഴിക്കുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. ഇത്രയേറെ ഗുണങ്ങളുള്ള ഇത് ഞാൻ ഇങ്ങനെ പറിച്ചു കൂട്ടുന്ന കണ്ടിട്ട് ആള് ചില്ലറക്കാരനാണെന്ന് കരുതണ്ട കേട്ടോ. സംഭവം കടയിൽ നിന്ന് വാങ്ങണേ നല്ല പൈസ കൊടുക്കണം. ഇതിന്റെ അതേ ഗ്രൂപ്പിൽപ്പെട്ട ആളാണ് ബ്ലാക്ക് കറന്റ്. ബട്ട് അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആണ്. സോ ഞാനത് ഒരുപാട് പറിച്ചു കൂട്ടാൻ പോയില്ല. പക്ഷെ ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും അതിനും ഉണ്ട് കേട്ടോ. ഇത് ഓരോന്നായി പറിച്ചു നീക്കുന്നത് നല്ലൊരു പണിയാണ്. അതിനാണ് നമ്മൾ ഫോർക്ക് ഉപയോഗിക്കുന്നത്. ഫോർക്ക് വഴി നല്ല എളുപ്പത്തിൽ ഇത് മാറ്റിയെടുക്കാവുന്നതാണ്. ഇത് വെച്ച് ജാം ഉണ്ടാക്കാനാണ് ഞാനിന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് വെച്ച് ജാം മാത്രമല്ല, സ്മൂത്തിയും പുഡിങ്ങും ഡെസേർട്ടായിട്ടും കസ്റ്റാർഡിലും സാലഡായിട്ടും ജ്യൂസായിട്ടും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാം. കൂടാതെ കേക്ക് ഉണ്ടാക്കാൻ ഇത് യൂസ് ചെയ്യാം. ഇതൊന്നും കൂടാതെ സംഭവം ഉണക്കി സൂക്ഷിച്ചാൽ പിന്നീട് ഇതിനെല്ലാം മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ചിലർ ഇതിനെ പൊടിച്ച് സൂക്ഷിക്കാറുണ്ട്. എന്നിട്ട് കേക്കിലും ഡെക്കറേഷനിലും ഒക്കെ മിക്സ് ചെയ്ത് ഉപയോഗിക്കും. നല്ലപോലെ ഒരു മഴ കൊണ്ടതാണെങ്കിലും നമ്മളുടെ ഒരു ആശ്വാസത്തിന് ഒന്നുകൂടെ വൃത്തിക്ക് കഴുകിയേക്കാം. ഞാൻ എന്തിനാ ജാം ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല. ലാസ്റ്റ് ഇയർ വാങ്ങിയ ആപ്രിക്കോട്ടിന്റെയും സ്ട്രോബെറിയുടെയും ഒക്കെ ജാമാണ് ദേ ഈ ഫ്രിഡ്ജ് തുറക്കാതെ ഇരിക്കുന്നത്. എക്സ്പയറി ഡേറ്റ് വരെ ലാസ്റ്റ് ഒക്ടോബർ വരെ ഉണ്ടായിരുന്നുള്ളൂ. വാങ്ങിയത് അരുണാണെങ്കിലും ജസ്റ്റ് ഈ സ്ട്രോബെറി കുറച്ചെങ്കിലും യൂസ് ചെയ്തത് ഞാനാണ്. എന്തായാലും ഈ കുപ്പി എനിക്ക് വേണം. സോ അതിനെടുത്തപ്പോഴാണ് ഇതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത് തന്നെ ഞാൻ കാണുന്നത്. സത്യത്തില് ഫ്രൂട്ട്സിന്റെ അത്രയും തന്നെ അളവില് ഷുഗറും ആഡ് ചെയ്യണം എന്നതാണ് ജാം ഉണ്ടാക്കുന്നതിന്റെ ഒരു ഇത്. ബട്ട് നമുക്ക് അത്രയും അളവിൽ വേണ്ട. ഒന്നാമത് ഷുഗർ കൊള്ളില്ല. സോ ഞാനൊരു 5 ടേബിൾ സ്പൂൺ ഷുഗറേ എടുത്തിട്ടുള്ളൂ. ഒരു ഹാഫ് നാരങ്ങയുടെ നീര്. ഈ നാരങ്ങയുടെ നീര് ആഡ് ചെയ്താൽ ഏത് ജാമിനും നല്ലപോലെ സെറ്റായി കിട്ടും. ജാം തിക്കാകാനാണ് ഇത് ഉപയോഗിക്കുന്നത്. അതായത് ലെമണിലെ പെക്റ്റിൻ നാച്ചുറൽ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആണ്. അതുവഴി ജാം ജെല്ലി ഫോമിൽ എത്തിക്കും. എന്നാൽ ബാക്കി ഫ്രൂട്ട്സിന്റെ ജാം ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്നതിലും കുറച്ചുകൂടി കൂടുതൽ ലെമൺ നമുക്ക് ഇത് ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാം. കാരണം ആപ്പിളിലും മറ്റും പെക്റ്റിൻ നല്ല അളവിലുണ്ട്. എന്നാൽ ഇതുപോലത്തെ ബെറീസിൽ നല്ല കുറവ് അളവിലാണ് അതുള്ളത്. സോ ലെമൺ ജ്യൂസ് ഒഴിച്ചില്ലെങ്കിൽ ആ തിക്നെസ് കിട്ടാതെ പോകും. സോ മസ്റ്റ് ആയിട്ടും ലെമൺ ജ്യൂസ് ഒഴിക്കുക. ഞാൻ ഹാഫ് ലെമൺ പിഴിഞ്ഞാണ് ഒഴിച്ചത്. ഇത് നന്നായി ജാം പ്രിസർവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും.
ലെമൺ ജ്യൂസ് ഒഴിക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഇത് അരിച്ചെടുത്ത് ഇതിന്റെ നീര് മാത്രം കൊണ്ട് നമുക്ക് ജാം ഉണ്ടാക്കാം. ബാക്കി നമുക്ക് കളയാം. അപ്പോൾ കുറച്ചുകൂടി സ്മൂത്ത് ജാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ബട്ട് ഞാനത് കളയുന്നില്ല. ബിക്കോസ് ഈ ഫ്രൂട്ട്സിന് നല്ല ചെറുതായതുകൊണ്ട് ഒരുപാട് കട്ടിക്ക് കിടക്കില്ല. രണ്ടാമത്തത് ഇതിലെ ഫൈബർ ഒന്നും കളയാതെ എടുക്കുന്നതാണ് നമ്മുടെ ഹെൽത്തിന് നല്ലത്. ജാം എപ്പോഴും ആയോ എന്നറിയാൻ ഒരു പരന്ന പാത്രത്തിൽ കുറച്ച് എടുത്തു നോക്കുക. ഒരുപാട് ഒഴുകി പോകുന്നുണ്ടെങ്കിൽ അതായില്ലെന്നാണ് അർത്ഥം. ഇനി അത്രയ്ക്ക് ഒഴുകാതെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ജാം ആയിട്ടുണ്ടെന്നും. ഈ പാത്രത്തിന് നല്ല കട്ടിയുള്ളതിനാൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ചൂട് നിൽക്കും. സോ ഇതുപോലുള്ള പാത്രമാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ കുറച്ചു നേരം കൂടി ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നീട് റൂം ടെമ്പറേച്ചറിലായ ജാമിനെ നമുക്ക് ടൈറ്റ് ആയിട്ടുള്ള കുപ്പികളിലേക്ക് വെക്കാം. നല്ലൊരു സ്മെല്ലിന് വേണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് എസൻസ് ആഡ് ചെയ്യാൻ കേട്ടോ ഇത് ഉണ്ടാക്കുമ്പോൾ. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. സോ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. റെഡ് കറണ്ട് തന്നെ വേണമെന്നില്ല. ഈ ജാം ഉണ്ടാക്കിയ രീതിയിൽ ഏത് ഫ്രൂട്ട്സ് വെച്ച് വേണമെങ്കിലും ജാം ഉണ്ടാക്കിയെടുക്കാം.